പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരുപാട് പ്ലാന്റുകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാവരും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ അടിയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടുമല്ലോ. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. വീണ്ടും പറഞ്ഞ് ഇങ്ങനെ ഇതാക്കണില്ല. അപ്പോൾ അതൊക്കെ നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്ത ചെടികളാണ് കേട്ടോ. ഇത് ഒരു ചേമ്പിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ ഇത് ചെറിയ തൈകളാണ് കേട്ടോ. ഇതും അതിൻ്റെ വേറൊരു തൈയാണ്. പിന്നെ നമ്മൾ അതന്നെ അതിൻ്റെ ഒരു വെറൈറ്റിയോടെ ഇത് നമ്മളൊരു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഇല കേട്ടോ. പച്ചൻ്റെ സെൻറ്ററിൽ ഒരു മഞ്ഞ ലൈനോട് കൂടിയിട്ട് ഒരു റെഡ് കളറാണ് കേട്ടോ. ഇതൊരു 2 തൈയുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ വേറെ ഒരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. ഇതൊക്കെ ഒരു ചേമ്പ് വർഗ്ഗത്തിൽ പെട്ട തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഇത് ഒരു കളറാണ് ഇതിൻ്റെ. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. എന്താണ് അതിൻ്റെ ലാസ്റ്റുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതങ്ങനെ അവിടെ ഒക്കെ ഉണ്ട്. പിന്നെ അത് തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നുള്ളത് ഈ ഒരു ഇതാണ് കേട്ടോ. ഇത് നമ്മളെ വലിയ ഇല ആവുന്നത് കേട്ടോ. പിന്നുള്ളത് ഈ ഒരു കളറാണ്. ഇതൊക്കെ ചേമ്പ് വർഗ്ഗത്തിൽ പെട്ട തന്നെയാണ് കേട്ടോ. നല്ല നമ്മളടുത്ത് ഇപ്പോൾ ഒരുപാട് ചേമ്പുകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇതിന് വേറെ ഒരു കളറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെല്ലാം വെറൈറ്റി കിട്ടുന്നതൊക്കെ നമ്മൾ കളക്ഷന് കൂട്ടിക്കൊണ്ട് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് ചെറിയ തൈകളാക്കിയിട്ടുള്ളതുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇപ്പോൾ ബീഗോണിയൻ്റെ വെറൈറ്റീസാണ് പരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊരു കളറാണ്, പിന്നെ ഇതൊരു കളറാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഇത് വേറൊരു കളറ്. അതിൻ്റെ ഒരു തൈ തന്നെയാണ് കേട്ടോ. ഇതിൽ 2 നമ്മൾ പിരിച്ച് നടുക ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു വെറൈറ്റിയാണിത്. പിന്നെ നമ്മൾ വീട്ടിലുള്ള ബിഗോണിയൻ്റെ വെറൈറ്റി ഒന്ന് ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ തൂക്കുചട്ടിയിലൊന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളടുത്ത് ആ ഭാഗത്ത് ആ സൈഡിലൊക്കെ നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് കേട്ടോ. ഇത് ഒക്കെ സെയിലായ ചെടികളാണ്. കൊണ്ട് കൊടുത്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ള ചെടി പീസ് ലില്ലി ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഒക്കെ ഈ സൈഡിലുള്ള ചെടികൾ ഇതൊക്കെ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മൾ മദർ പ്ലാന്റ് ആണ്. ഇത് കൊടുക്കാനുള്ളതല്ല കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ തൈകൾ ഞാൻ ഇവിടെ ഓർഡറിന് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് തൈകളുണ്ട്. ഇത് കണ്ടില്ലേ. പിന്നെ സ്നേക്ക് പ്ലാന്റുകളുണ്ട് ഇവിടെ. അത് നമുക്ക് ഓർഡർ കിട്ടിയതാണ്. അത് ഒക്കെ കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് മദർ പ്ലാന്റ് ആക്കി വെക്കുകയാണിത്. ഈ ഭാഗത്തുള്ളതൊന്നും കൊടുക്കാനുള്ളതല്ല. ഇതൊക്കെ ഇത് നമ്മൾ മദർ പ്ലാന്റായി അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. പിന്നെ റോസ് ഉണ്ട് കേട്ടോ. ഇത് റോസ് ഉള്ളത് കൊടുക്കാനുള്ളതാണ്. റോസിൻ്റെ പൂവിങ്ങനെ മുട്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിന് ചെറിയ മുട്ടുകളുണ്ട്. ഇവിടെ ഉണ്ട് മുട്ട്. ഇതിമേൽ മുട്ട് വന്നിട്ടുണ്ട്. ഇതിമ വന്നിട്ടില്ല കേട്ടോ. ഈ 2 പ്ലാന്റിന് വന്നിട്ടില്ല. അത് വേറൊരു കളറാണ്. ഇത് നല്ല ഹെൽത്തിയായ പ്ലാന്റുകൾ നമ്മൾ ചെറിയ കവറിൽ നിന്ന് വലിയ കവർക്ക് മാറ്റി. പിന്നെ ഇവിടെയുള്ള ഈ ഒരു പ്ലാന്റുകളാണുള്ളത്. പിന്നെ ഇത് ആണിപ്പോൾ ഒരു പ്രത്യേക ഒരു ചെടിയന്തിമ ഉണ്ടാകുന്ന പൂവ്. ഫസ്റ്റ് ഒരു ഇളം വയലറ്റ്, പിന്നെ അത് കടും വയലറ്റാവും, പിന്നെ അത് വെള്ളമാവും കേട്ടോ.
അതിൻ്റെ പേരെന്നെ നമ്മൾ പറയുന്നത് പിന്നെ ടുഡേ ടുമോറോ എക്സ്പെക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പിരിച്ചൊരു നല്ലൊരു പുതിയ ചട്ടിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ബാക്ക് ഭാഗം വയലറ്റ് കളറ്, ഇവിടെ ഒരു വയലറ്റിന് വെള്ളി ഒരു ഷെയ്ഡാണ് കേട്ടോ. ബാക്ക് പിന്നെ നല്ല പിന്നെ കളറാണ് ഇതിൻ്റെ. പിന്നെ ഇത് നമ്മളിതൊരു പിന്നെ ചേമ്പാണ് കേട്ടോ, ഒരു നീല കളറുള്ള ഇത് നല്ല കടുത്ത കറുപ്പ് കളറാവും കേട്ടോ. അത് ഇത് പിന്നെ ഇല തന്നെ നല്ല ഭംഗിയാണ്. ഇത് 2 തൈയാണ് ഉള്ളത് കേട്ടോ. നമ്മളത് പറിച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പീസ് ലില്ലി ഉണ്ട്. ഇതിന്മേൽ പൂക്കളിങ്ങനെ ഉണ്ടായി ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ്. ഇതൊക്കെ നമുക്ക് സെയിലായതാണ് കേട്ടോ, കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഈ പിന്നെ ചെറിയ ചെറിയ തോതിൽ പിന്നെ വീട്ടിലിങ്ങനെ തൈകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിയ കളക്ഷനാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഓരോ ചെടി തന്നെ ഒരു 10 20 ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് നല്ല സെയിലായി പോകും കേട്ടോ. അങ്ങനെ ഇത് കണ്ടില്ലേ, ഇവിടെ അതൊക്കെ നമ്മൾ പിന്നെ സെയിലിന് വെച്ചിട്ടുള്ള ഇതാണ്. ഇത് ഞാനിപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കാണിച്ചാണ്. ഈ ചെറിയ ചട്ടിയിലുള്ളതൊക്കെ സെയിലിന് വെച്ചതാണ് കേട്ടോ. ഒക്കെ സെയിലായിട്ട് പിന്നെ ഓർഡറിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ആൾക്കാർ ആ സമയം വരുമ്പോൾ അവരോട് പിന്നെ പിടിച്ചിട്ടുണ്ട് കൊണ്ടുപോകും. നമ്മളതായിട്ട് നടക്കുന്നു വേണം. പിന്നെ നമ്മൾ നഴ്സറിയിൽ ബൾക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക തന്നെ വേണം. ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ സെയിലിന് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ പിന്നെ കൊണ്ടുപോകാൻ റെഡി ആയിരിക്കുന്ന പ്ലാന്റുകളാണ്. വണ്ടിയിലൊക്കെ ഇതൊക്കെ പിന്നെ നമ്മൾ കൊടുക്കാൻ വെച്ച പ്ലാന്റുകളാണ്. ഇതൊക്കെ സെയിലായിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയ കുറച്ച് ചെടികളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയ ചെടികളാണ് കേട്ടോ. ഇങ്ങനെ പിടിക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മളതങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകല്ല. നമ്മൾ ഓരോരോ ഇന്ന ദിവസം തന്നെ അത് ചെടി കൊണ്ടുവരാൻ പറയും. അപ്പോൾ നമ്മളത് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് പതിവ്. ഇതൊക്കെ സെയിലായ ചെടികളാണ് കേട്ടോ. പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അത് ആവുമ്പോൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കലാണ്. ഇതൊക്കെ പിടിച്ചാവുന്നുണ്ട്. ഇതൊക്കെ 4-5 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഈ ഭാഗത്തുള്ളതൊക്കെ പിടിച്ച ചെടികളാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പിന്നെ അവർ വിളിച്ചാൽ അവരൊന്ന് കൊണ്ടുപോകും. നമ്മളതായിട്ട് ഇങ്ങനെ നടക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ആളെ പണിക്ക് വിളിച്ചാലും നഷ്ടമൊന്നും വരാനില്ല കേട്ടോ. ഒരുപാട് ചെടികൾ ഒരു ദിവസം നടക്കാമല്ലോ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ സ്വന്തമായിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ വലിയൊരു മുടക്കില്ലാതെ ചെറിയൊരു തുക നമുക്ക് ഡെയിലി വരുമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണിത്. പിന്നെ അതുപോലെ തന്നെ പണിക്കാർ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം. പിന്നെ അത് കണ്ടില്ലേ, ഇതൊരു ഏലത്തിൻ്റെ തൈ നമ്മൾ വയനാട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ അതിന് ഏലത്തിൻ്റെ കായുണ്ട്. ഇതിങ്ങനെ പറിച്ചപ്പോൾ അതങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് പോകുന്നതാണ് കേട്ടോ. ഇതിമ്പോൾ പൂവുണ്ട് കേട്ടോ. ഏലം പിന്നെ ആണത്. ഇതൊരു വേറെ ചെടിയാണ്. ഞാൻ ഈ വീഡിയോ ഇനി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന എല്ലാ വീഡിയോയിലേക്ക് നോട്ടിഫിക്കേഷൻ ആക്കി. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ പണി മുടക്കുന്നുണ്ട് ഇടയ്ക്ക്. ക്യാമറ ചൂടായാലും ഇടയ്ക്കത് പണി മുടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചില പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. പുതിയൊരു വീഡിയോ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും വീണ്ടും നമസ്കാരം.